നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഈശ്വരൻ്റെ കൈപിടിക്കുക. ഓക്കെ, ഈശ്വരൻ്റെ കൈപിടിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുക. നിങ്ങളുടെ പാതയിൽ വിഘ്നമായിട്ട് നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം പോലും നിങ്ങൾക്ക് വേണ്ടി വഴി മാറിത്തരും. നിങ്ങൾക്ക് വേണ്ടി മാത്രം സൂര്യൻ ഉദിക്കും. നിങ്ങൾക്ക് വേണ്ടി മാത്രം ചന്ദ്രൻ നിലാവ് പൊഴിക്കും. നിങ്ങൾക്ക് വേണ്ടി മാത്രം മന്ദമാരുതൻ സൗഗന്ധിക പൂക്കളുടെ സുഗന്ധം പേറി നിങ്ങളെ വന്ന് പരിരംഭണം ചെയ്യും. പക്ഷികൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഗാനം ആലപിക്കും. ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. നമ്മൾ ഉണരുന്ന ആദ്യ നിമിഷം നമ്മൾ ഈശ്വരൻ്റെ കൈ പിടിക്കുക. ഉറങ്ങുന്നത് വരെ നമ്മൾ ആ കൈ പിടിച്ച് നമ്മൾ നടക്കുക, കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സെന്ന് പറയുമ്പോൾ ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 3 ലെയറാണ്: ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് അബോധ മനസ്സ് അഥവാ അൺകോൺഷ്യസ് മൈൻഡ് 80%. ബോധ മനസ്സ് വെറും 5% ഉള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡ് 15%. ഈ അൺകോൺഷ്യസ് മൈൻഡിൽ നടക്കുന്നത് നമുക്കൊന്നും അറിയത്തില്ല. സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ നടക്കുന്നത് മനഃശാസ്ത്രജ്ഞർ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഈ പ്രാർത്ഥന. അതായത് നമുക്ക് ശരീരത്തിനുള്ള വ്യായാമത്തിന് വേണ്ടി നമ്മൾ ജിമ്മിലൊക്കെ പോയി അതും ഇതുമൊക്കെ പൊക്കിയും താങ്ങിയൊക്കെ എടുക്കും. പക്ഷേ മനസ്സിനുള്ള വ്യായാമം എന്താണ്? നല്ല ഉറക്കം, അതുപോലെ തന്നെ പ്രാർത്ഥന. തീർച്ചയായിട്ടും നമുക്ക് ഈ അബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ബോധ മനസ്സിനെയും ഒരു ലൈനിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വാദം. ഓക്കെ, കൂട്ടത്തിൽ ചോദിക്കട്ടെ, ഈ നിരീശ്വരവാദം കൊണ്ട് ലോകത്ത് മനുഷ്യ ചരിത്രത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു 17 വയസ്സ് വരെ. പിന്നെ നമ്മുടെ ശ്രീനിവാസൻ പറയുന്നതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇടിയും ചവിട്ടും ഒക്കെ കൊള്ളാൻ തുടങ്ങിയപ്പോൾ കുറേ ഈശ്വര വിശ്വാസം തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, നിരീശ്വരവാദികൾ വളരെയധികം പ്രയാസപ്പെട്ട് ബുദ്ധിയൊക്കെ പരമാവധി ഉപയോഗിച്ച് അവർ ഈശ്വരനെ നിഷേധിക്കുകയാണ്. ശരി, അവർ പറയുന്നതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ ഈശ്വരനെ നിഷേധിച്ചതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായിട്ടുണ്ടോ? പോട്ടെ, മനുഷ്യ ചരിത്രത്തിൽ ഈ നിരീശ്വരവാദം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. ചുമ്മാ നിഷേധിക്കുക. ഞാൻ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ. മനസ്സെന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തികച്ചും 100% അല്ലെങ്കിലും ഒരു 80% ദുരൂഹമാണ് ഈ മനസ്സിൻ്റെ സംഭവം എന്ന് പറയുന്നത്. അതിനെ ഒരു വലിയൊരളവ് വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പ്രാർത്ഥന കൊണ്ട്, ഈശ്വരവിശ്വാസം കൊണ്ട്. ഓക്കെ, അത് മാത്രം മതി. കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. നമ്മളെല്ലാം തന്നെ ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. ഒരാളും മോശക്കാരല്ല. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോ നിയോഗം കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, ചിലർക്ക് സ്വർണ്ണപ്പാളി മോട്ടിക്കാനുള്ള നിയോഗമായിരിക്കും കിട്ടുന്നത്. ചിലർക്ക്
സ്ത്രീകൾക്ക് മാത്രം, പുരുഷന്മാർക്കില്ല, സ്ത്രീകൾക്ക് മാത്രം ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കാനുള്ള നിയോഗമായിരിക്കും കിട്ടുക. ഓക്കെ, നമ്മൾ ആരും തന്നെ മോശക്കാരല്ല. ഒരു എറുമ്പ് പോലും ഒരു നിയോഗമായിട്ടാണ് ജനിക്കുന്നത്, സൃഷ്ടിക്കപ്പെടുന്നത്. ഒരാളെ, ഒരു സൃഷ്ടിയെയും ഈശ്വരൻ ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായിട്ട് സൃഷ്ടിക്കുന്നില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എൻ്റെ ഒക്കെ ചോദിക്കുക, ഞാൻ ധൈര്യപൂർവ്വം ചങ്കുറ്റത്തോടെ ഉത്തരം പറയും, എനിക്കൊരു ചുക്ക് പറഞ്ഞുകൂടാ. ഈശ്വരൻ്റെ വ്യക്തിത്വം, ഈശ്വരൻ്റെ ഘനഗംഭീരമായ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു ചുക്കും എനിക്കറിയില്ല. നമ്മുടെ പിണറായി സാഹു പറഞ്ഞ പോലെ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിസ്മയങ്ങൾ മാത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് ഈശ്വരൻ. വിസ്മയങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചം മുഴുവൻ നോക്കും, 100% വിസ്മയങ്ങൾ മാത്രമാണ്. ഒരു എറുമ്പിനെ ഉദാഹരണമായിട്ട് എടുക്കുക, എടുത്ത് കയ്യിൽ വെക്കുക, അതിൻ്റെ ചലനങ്ങൾ നോക്കുക. എന്ത് പെർഫെക്റ്റായിട്ടാണ് ആ ഉറുമ്പിനെ ഈശ്വരൻ സൃഷ്ടിച്ചേക്കുന്നത്. ഉറുമ്പിനെ. മനുഷ്യരുടെ കാര്യം, ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. എൻ്റെ ആന്തരിക അവയവങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് 100% അറിയത്തില്ല. ആകെ അറിയാവുന്ന തലച്ചോറ്, മൂക്ക്, തൊണ്ട, വായ്, നാക്ക്, പിന്നെ ആമാശയം. അതാണല്ലോ ഏറ്റവും വലിയ ആശയം. ആമാശയം, ഹാർട്ട്, പിന്നെ പാൻക്രിയാസ് അറിയാം, പിന്നെ അങ്ങനെയൊക്കെ കുറേ. പക്ഷെ നമുക്കറിയാത്ത എന്തൊക്കെ എനിക്കറിയാത്ത എത്രയോ ആന്തരികങ്ങൾ എൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അതൊക്കെ എങ്ങനെ സൃഷ്ടിക്കുന്നു? ഇത് എറുമ്പിൻ്റെയും മനുഷ്യൻ്റെയും കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പ്രപഞ്ചത്തിൻ്റെ ടോട്ടൽ വലിപ്പം ഒക്കെ പറയുമ്പോൾ എത്രത്തോളം ദുരൂഹമാണ്. അതായത് അവിശ്വസനീയമാം വിധം വിസ്മയകരമാണ് ഈശ്വരൻ്റെ സൃഷ്ടികൾ മുഴുവൻ. ഈ പാവം പിടിച്ച എൻ്റെ സൃഷ്ടി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഓക്കെ, അതായത് ഉറുമ്പ്, മനുഷ്യൻ, ഭൂമി. ഈ ഭൂമിയെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്നുമല്ല, വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഒന്നുമല്ല. ഓക്കെ, നമ്മളൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മളൊക്കെ അങ്ങ് ഭാവിച്ചെന്ന് നടക്കുകയാണ്, ഈ ഞാനുൾപ്പെടെ. നോക്കുക, ഭൂമിയും സൂര്യനും മാത്രമാണോ പ്രപഞ്ചം? അല്ല. ഈ സൗരയുധം പോലും നമ്മുടെ ഗാലക്സിയെ വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. അപ്പോൾ ഈ ഗാലക്സി വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യരോ ഒന്നുമല്ല. എത്ര ഗാലക്സി ഉണ്ട്? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് 200-300 ഒക്കെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ്. ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. പണ്ട കാലത്ത് എവിടെയോ വായിച്ചത്. 2 ലക്ഷം കോടിയിലധികമാണ് ഗാലക്സികളുടെ എണ്ണം. നോക്കുക, ഈ ഗാലക്സി തന്നെ ഒന്ന് കറങ്ങി വരാൻ മനുഷ്യരാവില്ല, പറ്റില്ല, ശാസ്ത്രത്തിന് പറ്റില്ല. ഈ സൗരയുദ്ധത്തിന് പുറത്തു പോലും മനുഷ്യന് പോകാൻ കഴിഞ്ഞിട്ടില്ല. പോകാൻ പറ്റൂ? അറിയില്ല. ഉത്തരവില്ലാത്ത ചോദ്യമാണ് അതൊക്കെ. അപ്പോൾ ഈ ഗാലക്സി പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. 2 ലക്ഷം ഗാലക്സികളല്ല, 2 ലക്ഷം കോടിയിലധികം ഗാലക്സികൾ ഉണ്ടാവാം എന്നാണ്, ഉണ്ട് എന്നല്ല, ഉണ്ടാവാം എന്നാണ് ശാസ്ത്രം പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ അതിരുകൾ എവിടെയാണ്? ഇതെങ്ങനെയാണ് ഉത്ഭവിച്ചത്? ഇതുവരെ മനുഷ്യനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇനിയോട്ട് കണ്ടുപിടിക്കാനും പോകത്തില്ല. വെറുതെ സമയം കളയരുത്. ശാസ്ത്രജ്ഞന്മാർ തലകുത്തി എന്തൊക്കെ പരിപാടികൾ ചെയ്യുന്നു. എന്നിട്ട് ഒരുപാട് കഥകളും പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്. എന്തുവാ? ബിഗ് ബാങ്ങോ?
അതൊക്കെ വെറും കെട്ടുകഥകളായിട്ട് അറബിക്കടലിൻ്റെ അടിത്തട്ടിൽ താഴ്ന്നു പോയിട്ടേ ഉള്ളൂ. മനുഷ്യന് ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ഊഹിക്കാൻ പറ്റില്ല, ഇതിൻ്റെ അതിരുകൾ കണ്ടുപിടിക്കാൻ ഒക്കില്ല. ശാസ്ത്രത്തിന് ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ ഒക്കില്ല. കാരണം അത്രത്തോളം ബുദ്ധിയെ നമ്മളുള്ളൂ. നമ്മളൊക്കെ നിസ്സാരന്മാരാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഗാലക്സി അത് തന്നെ നമ്മളെ ബുദ്ധിയിൽ നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച്. അപ്പോൾ 2 ലക്ഷം കോടി ഗാലക്സികളിൽ അധികമുണ്ട് പ്രപഞ്ചത്തിൽ. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ച ഈശ്വരൻ ആരാണ്? എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്കറിയത്തില്ല. പിണറായി പറഞ്ഞ പോലെ ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും എനിക്കറിയില്ല. നിങ്ങൾക്കറിയാവുന്നതിന് എനിക്കറിയില്ല, ഞാൻ പറയുന്നില്ല. ഓക്കെ, പക്ഷേ ഉറപ്പിച്ച് പറയാം, ശാസ്ത്രത്തിന് ഒരിക്കലും കണ്ടുപിടിക്കാൻ ഒക്കില്ല ഇതിൻ്റെ അതിരുകൾ എവിടെയാണ്, ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, കണ്ടുപിടിക്കാൻ ഒക്കില്ല. അപ്പോൾ അതിരുകൾ ഊഹിക്കാൻ പോലും പറ്റാത്ത അത്ര ഘനഗംഭീരമായ വലിപ്പമുള്ള ഈ പ്രപഞ്ചം സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, ആ ഘനഗംഭീരമായ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് 1% പോലും കണ്ടുപിടിക്കാൻ ഒക്കില്ല. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്ര ഘനഗംഭീരമായ വ്യക്തിത്വമുള്ള ഈശ്വരൻ്റെ കൈ പിടിക്കുക നമ്മൾ. ഉണരുന്ന ആദ്യ നിമിഷം തന്നെ. എന്നിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഓക്കെ, നമ്മൾ കൈപിടിക്കുന്നത് VD സതീശൻ്റെ കൈയല്ല, പിണറായി വിജയൻ്റെ കൈയല്ല, മോദിജിയുടെ കൈയല്ല, ഡൊണാൾഡ് ട്രംപിൻ്റെ കൈയല്ല, മറിച്ച് ഈശ്വരൻ്റെ കൈയാണ് നമ്മൾ പിടിക്കുന്നത്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ മനസ്സിൽ സ്വപ്നം കാണുന്നതെന്തും അസാധ്യമെന്ന് 100% പേരും കരുതുന്ന കാര്യങ്ങൾ പോലും നമുക്ക് നേടിയെടുക്കാനാവും ഈശ്വരൻ്റെ കൈപിടിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. എനിവേ, എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് പിൻവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.